ഇന്ന് ഒരു ഈസി ലഞ്ച് പ്രിപ്പയർ ചെയ്താലോ? ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് സായത് നമുക്ക് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും അവനക്ക് സ്റ്റാൻഡും അതുകൊണ്ട് കണ്ടാൽ പിന്നെ അവനക്ക് അവിടെ പാട്ട് പാടണം. മൈക്ക് കണ്ട പിന്നെ പറയാൻ വേണ്ട, അവന് ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് പാട്ട് പാടണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചിക്കൻ ഒന്ന് കഴുകി വെക്കുകയാണ്. ഫുൾ എടുക്കുന്നില്ല. ഈ അരിനെല്ലിക്ക ഞങ്ങൾക്കുള്ളതായിരുന്നില്ല, പക്ഷേ സാഹചര്യത്തിൻ്റെ ഇതുമൂലം ഞങ്ങൾക്ക് അത് കിട്ടി. അതുകൊണ്ട് തന്നെ കുറേ കേടുവന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കൊടുന്നതാണ്. കുറച്ചേ കിട്ടിയുള്ളൂ. അത് വേറൊരാൾക്ക് കൊടുന്നതാണ്. പിന്നെ അവർ കേടുവരാമെന്ന് കണ്ടപ്പോൾ ഞങ്ങളെടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് അത് കഴിക്കാൻ പറ്റി. കുറേ നാളായിരുന്നു അരിനെല്ലിക്ക കഴിച്ചിട്ട്. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യാണ് പരിപ്പ് കറിക്കുള്ളത്. വലിയ പണിയൊന്നുമില്ല. സവാള, പച്ചമുളക്, ടൊമാറ്റോ, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി. ആ വെളുത്തുള്ളി ഞാൻ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതാണ് തൂക്കിയിട്ടത്. അവർ പറഞ്ഞ് ഇങ്ങനെ തൂക്കിയിട്ടാൽ ഒരു വർഷം വരെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അത് പറയുമ്പോഴാണ് ഇതും ഞാൻ മൂന്നാറിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല അടിപൊളി ഫ്രഷ് ഗീ ആണ്. നല്ല ടേസ്റ്റാണ്. വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് ഫുള്ള് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പുറത്തെ ചായപ്പൊടിയുടെ ഇതിലുള്ളത് ഇഞ്ചിയാണ്. അതെൻ്റെ ഫവാസ്ഖാൻ്റെ ഉമ്മ അവിടെ നിന്ന് കൊടുത്തയച്ചാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈസിയാണ് കാര്യങ്ങൾ. ഞങ്ങളിവിടെ പേസ്റ്റ് വാങ്ങാറില്ല. ഞങ്ങൾക്ക് ആ ടേസ്റ്റ്, നാട്ടിലത്തെ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങലില്ല. ഞങ്ങളിവിടെ ഇഞ്ചി വെളുത്തുള്ളി വാങ്ങിയിട്ട് പേസ്റ്റാക്കി അരക്കലാണ്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഞാൻ ഉമ്മയോട് എന്തില്ലെങ്കിലും ഇത് കൊടുത്തയക്കണം പറഞ്ഞു. ഉമ്മക്ക് പിന്നെ ഇങ്ങനത്തെ കൊടുത്തയക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്തുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ കൊടുത്തയക്കും. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കറിയാണെങ്കിലും ഞാൻ മോര് കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലവർക്കൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഇതാണ്. പക്ഷേ ഉമ്മ കുറേ ഐറ്റംസ് ഇങ്ങനെ കൊടുത്തയക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചാൽ നാട്ടിൽ അതേ ടേസ്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ നമ്മളെ പരിപ്പ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിക്കുകയാണ്. ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. കാരണം എനിക്കിങ്ങനെ വിതറി കിടക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ പണികളൊക്കെ എളുപ്പത്തിൽ തീർന്ന പോലെ തോന്നും കേട്ടോ. ഇതുപോലെ സിമ്പിൾ ഫുഡ് നിങ്ങളുടെ വീട്ടിൽ വെക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ആദ്യം ഈ കോംബോ അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അവിടെ ഒന്നല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെയൊക്കെയാണ് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിച്ചിരുന്നത്. ഇത് ഞാൻ ഫവാസ്ഖാൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു കോംബോ ആണ്. അപ്പോൾ ഓക്കെ, ബൈ.